പുതുപ്പള്ളിയിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലശേഷം ചാണ്ടി അവിടെ ചാണ്ടിയെ നിയോഗിക്കുകയാണ്, പാർട്ടി നിയോഗിക്കുകയാണ്. അത് കുടുംബം കൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു അല്ലേ? ഒരു പക്ഷേ അത് കുടുംബമായിട്ടെടുത്ത തീരുമാനമാണ് ചാണ്ടി മത്സരിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, അപ്പം മരിക്കും എന്നുള്ളത് ഞങ്ങളുടെ എൻ്റെ ചിന്തയിലില്ലായിരുന്നു. എന്തായാലും അതൊരു ഷോക്കായിരുന്നു അപ്പം മരിച്ചത്. അപ്പോൾ ആ ഷോക്ക് മാറുന്നതിന് മുമ്പേ 40 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. പക്ഷേ ആ സമയത്തും ഞങ്ങൾ കുടുംബത്തിൽ ആരും ആ ഷോക്കിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല. ആ ഷോക്കിൽ നിന്ന് വെളിയിൽ വരാത്ത ഒരവസരത്തിലാണ് ഇലക്ഷൻ ഡിക്ലെയർ. ഒരു യുദ്ധഭൂമിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. 40 ദിവസം ആവുന്നതിന് മുമ്പേ ഞാനൊക്കെ അപ്പം മരിച്ച ലൈക്ക് മാനസികാവസ്ഥ ഇപ്പോഴൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു ചിന്തയേ ഇല്ല. അപ്പോൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് എടുത്ത് അപ്പം മറ്റൊരു ചിന്തയില്ല, ചാണ്ടിയാണ് അത് ബൈ ഡീഫോൾട്ട്. അതിനകത്ത് വേറൊരു ഡിസ്കഷൻ പോയിൻ്റേ അവിടെ വരുന്നില്ല. അങ്ങനെയാണ് ചാണ്ടി ഇലക്ഷന് നിൽക്കുന്നതും പുതുപ്പള്ളിക്കാർ അപ്പയെ ഏറ്റതിനേക്കാൾ അപ്പയോടുള്ള സ്നേഹം മുഴുവൻ അവർ തീർത്തും ചാണ്ടിക്ക് നൽകി ഭയങ്കര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും ആ രീതിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അപ്പയെ എങ്ങനെ പുതുപ്പള്ളിക്കാർ ഏറ്റെടുത്തോ അതുപോലെ തന്നെ ചാണ്ടിയും അവർ ഏറ്റെടുത്തു. സ്വന്തം ഒരു മകനായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ ചാണ്ടിയെ എല്ലാ വീട്ടുകാരും ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് അപ്പയോടുള്ള സ്നേഹമാണ് തുടക്കത്തിൽ ലഭിച്ചെങ്കിൽ ഒരു വ്യക്തിയെ അപ്പയോടുള്ള സ്നേഹം കൊണ്ട് ലഭിച്ചു. പിന്നെ ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടേ അവർ ചാണ്ടി അംഗീകരിക്കുകയുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ സാധിച്ചു. ചാണ്ടി ഇന്ന് പുതുപ്പള്ളിക്കാർ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ വളർച്ചയെ സഹോദരി എന്ന രീതിയിൽ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മറ്റിടങ്ങളിൽ ഇപ്പോൾ നമ്മൾ നിലമ്പൂരിലൊക്കെ കാണുകയായിരുന്നു, ചാണ്ടി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അല്ലെങ്കിൽ വോട്ട് ചോദിച്ചൊക്കെ എത്തുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ചാണ്ടിക്കും അപ്പയുടെ ആ ഒരു ഇപ്പം ഞാൻ പറഞ്ഞു അപ്പയുടെ ഈ സോഷ്യൽ വർക്കിൻ്റെ ഇത് അപ്പയുടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ രാഷ്ട്രീയത്തിലേക്ക് പോയ വ്യക്തിയാണ്. അപ്പയെ പല കാര്യങ്ങളിലും കണ്ട് പഠിച്ച വ്യക്തിയാണ് ചാണ്ടി. അപ്പം ചാണ്ടി അത് ഏറ്റെടുത്തിട്ട് ഉണ്ട്. അപ്പം അപ്പയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അപ്പയെ കവച്ച് വയ്ക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അപ്പ ഫസ്റ്റ് ടൈം MLA ആയിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അത് ഇന്ന് നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനേക്കാൾ ഏറെ ചാണ്ടി ആദ്യത്തെ ടേം ആസ് എൻ MLA ഒരുപാട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പയോട്ട് ഒരു വ്യക്തിക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും തുടർന്ന് മുമ്പോട്ട് വരുമ്പോൾ അപ്പയെപ്പോലെ തന്നെ അതേ പാതയിൽ അപ്പയോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പണ്ട് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പം അന്നത്തെ കാര്യങ്ങൾക്ക് അത്രയും നമുക്ക് അറിയാനായിട്ടുള്ളൊരു മാർഗ്ഗമില്ല. ഇന്ന് അപ്പയുടെ മരണശേഷമായിരിക്കാം അപ്പ ചെയ്ത കാര്യങ്ങൾ പലതും നമുക്കറിയാൻ പറ്റുന്നത് തന്നെ. നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര ആളുകളെ അപ്പ സഹായിച്ചിട്ടുണ്ട്. ചാണ്ടിയും അതേ മാർഗത്തിൽ പോകുന്നു. അപ്പം അപ്പയെപ്പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അപ്പയോളം തന്നെ എല്ലാവരെയും സഹായിക്കാൻ അവന് സാധിക്കും എന്നുള്ള ആഗ്രഹമാണുള്ളത്.